അപ്പോൾ നമ്മൾ പിന്നെ ഈ കിഷ്കിന്ധേൻ്റെ മറ്റൊരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഇവിടെ ഒന്നും അറിയില്ല, നമ്മളൊരു ഓട്ടപ്രദക്ഷിണമാണ് നടത്തുന്നത്. എങ്കിലും ഗൈഡ് എന്തൊക്കെയാണ് നമ്മളോട് കാണിച്ചു തരുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ഒരു കിണർ പോലത്തെ ഒരു സംഭവം ഉണ്ട്, എന്താണെന്ന് നോക്കുക. പാറേൻ്റെ മുകളിലും വെള്ളമാണ് മൂസ. ടീക്കേ ഇവിടെ കാഴ്ചകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ കാണാൻ. നമ്മളപ്പോൾ ഉള്ള ആളാണിത്. അമേസിംഗ് ആയിട്ടുള്ള കാഴ്ചകളാട്ടത്. ദിസ് ഈസ് അവനെ വിളിച്ചാ പേര് വിളിക്കരുത്. ഏ പൂര coming sound stone inside. Different music. My video now. ഓക്കെ You can just my hands. ഓക്കെ 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 You know, my part Ghatam. ഓക്കെ. ഇതിവിടെ പിന്നെ എല്ലാ പില്ലറിലും നമുക്ക് ഓരോ തരത്തിലുള്ള മ്യൂസിക്കുകൾ, ഇവിടെ ഒരുപാട് പില്ലറുകളുണ്ട്. എല്ലാ പില്ലറിലും നമുക്ക് ഓരോ തരത്തിലുള്ള മ്യൂസിക് ഈ പില്ലറിലൊക്കെ നമുക്ക് ശ്രവിക്കാൻ പറ്റുന്നുണ്ട്. വെറൈറ്റി പൂര. ഇത് പട്ടാഭിരാമ ടെമ്പിളാണ്. ഇതിൽ ഇത് ഒറ്റ കല്ലിലാണ് മൂസ. ഇത് കംപ്ലീറ്റ് അതുപോലെ ഇത് കംപ്ലീറ്റ് ചെയ്തത് ഒരൊറ്റ സ്റ്റോണിലാണ് ഇത് ചെയ്തത്. ഇത് നമുക്ക് തന്നെ കണ്ടാൽ തന്നെ ശരിക്കും അറിയാം. ഇതിൽ ജോയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. करो फोटोग्राफी देखो. अभी नहीं खोलेगा, कोई मुश्किल नहीं. एक मिनट നോക്ക് മുസേ, ഒറ്റ കല്ലാണത്. ഇതിന് ജോയിൻ്റോ കാര്യങ്ങളോ ഇല്ല. ഏത് അതുവരെ
ഒറ്റ കല്ല്. ഈ ഇതിനുള്ളിൽ പൊത്തോ ഒന്നുമില്ല, കൊത്തിയെടുത്താണ്. അന്നത്തെ കാലത്ത് ഏക് മിനിറ്റ് റൊക്കോ. ഞാൻ അതിലെടുത്ത് തരാം. ഞാൻ എടുത്തരാം. അത് അവിടെ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ മേലുള്ളത് ഒരു കല്ലിൻ്റെ മുകളിലാണ്. ഒരു കല്ലിൻ്റെ മുകളിലാണ് കൊണ്ടുവച്ചത്. ഈ താഴത്തുനിന്ന് ഉണ്ടാക്കി കൊണ്ടുവച്ചതാണെന്നുണ്ടെങ്കിലും മേലെ നിന്ന് ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിലും അല്ല, അത് ആ കല്ലിൻ്റെ Machidi. Where is the fish face? That side one of the water tank. किधर है नीचे? नहीं. इस समय में drinking water. किधर? That time is no pen, no book. That place where that side water tank. ഇത് ചുമരുമ്മലേ മീനിൻ്റെ ചിത്രം ഇതാക്കണ്, ആലേഖനം ചെയ്തിട്ട്. ഇത് കണ്ടോ? ഇത് ഈ ചുമരിൻ്റെ ഇതുമ കംപ്ലീറ്റ് നമുക്ക് കാണാം മീനുകളെ ചിത്രം ആലേഖനം ചെയ്തിട്ട് ഈ കല്ലുമ്മ. ഇത് നോക്ക്, ഇത് അങ്ങനെ ഒരുപാടുണ്ട്. ഇത് പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെയൊന്നും ഇതിൽ വീഡിയോയിൽ കാണിച്ചാലോ ഇതൊന്നും നമുക്ക് ശരിക്കും കറക്റ്റ് ആവില്ല അല്ലേ. ഇത് നമ്മളിവിടെ വന്ന് കാണണം, അപ്പോഴേ നമുക്ക് ഇതിൻ്റെ ആഴം മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ എന്താ, നമുക്കൊരു ഗൈഡുണ്ട്. ആ ഗൈഡാണെന്നുണ്ടെങ്കിൽ തിരക്ക് കൂട്ടുകയാണ് ഓരോ സ്ഥലം പെട്ടെന്ന് കവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരൊരു ടൈം തന്നിട്ടുണ്ട്. ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ കവർ ചെയ്യണം. ഇത് ആ കോട്ട കഴിഞ്ഞ് വന്നാൽ നമുക്കിവിടെ ഒരു കല്ല് നിൽക്കുന്നതാണ്. നല്ലൊരു ബാലൻസിലാണ് ഈ കല്ല് നിൽക്കുന്നത്. ഈ കല്ലൊക്കെ ഒരു എന്താ പറയുക, ഒരു 20 ടന്നോ 30 ടന്നൊന്നും ആവില്ല. 30-40 ടന്നൊന്നും ആവില്ല ആ പാറ നിൽക്കുന്നത്. പക്ഷെ അത് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചെറിയ 2 കല്ലുകളാണ് നിൽക്കുന്നത്. അതിൻ്റെ അടിവശത്ത് കാണാം നമുക്ക് കല്ല് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കി നല്ലൊരു വ്യൂ ആണ്. അതായത് നമ്മളെ പഴയ കിഷ്കിന്ധ നഗരമാണത്. കിഷ്കിന്ധ നഗരത്തിൻ്റെ പേര് മാറിയിട്ട് പിന്നീട് ഒരുപാട് പേരുകളിൽ അറിയപ്പെട്ടിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യം, ഇപ്പോൾ ലാസ്റ്റ് ഹംപി എന്നുള്ള പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇതാണ് ഇവിടെ ഹംപീൻ്റെ ഒരു വ്യൂ പോയിന്റ്. പക്ഷെ എന്താ, നമ്മളെ കയ്യിൽ ക്യാമറ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മൊബൈലിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ നമ്മളൊന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല വരുന്നത്. പക്ഷെ നമ്മളിവിടെ എത്തുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ ആ കാണുന്ന അവിടെയാണ് ഹനുമാൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കിഷ്കിന്ധ എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ അവിടെയാണ് ഹനുമാൻ്റെ ബർത്ത് പ്ലേസ് എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഈ പ്ലേസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളമില്ലാത്തൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ശ്രീരാമൻ അമ്പ ഇതാണെന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരുപാട് ശിവലിംഗങ്ങളൊക്കെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്.
എത്ര ശിവലിംഗം ഉണ്ടെന്ന് വെച്ചാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 30 ശിവലിംഗമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇത് പിന്നെ വെള്ളം കിട്ടാത്തതുകൊണ്ട് ശ്രീരാമൻ അമ്പ ചെയ്തപ്പോൾ ഇവിടെ വെള്ളം വന്നിട്ട് ഇവിടെ ഈ പാറ പൊളിഞ്ഞതിന് ശേഷം വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലത്തും മഴക്കാലത്തൊക്കെ ഒരുപോലെ. അതായത് വലിയ ഇവിടെ നിന്ന് നോക്കിയിട്ട് വലിയ താഴ്ചയൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ താഴ്ച ഉണ്ടാകുന്നു അതിനുള്ളിലേക്ക് എൻട്രൻസ് ശരിക്കില്ല. കാരണം നമ്മൾ അതിനുള്ളിലേക്ക് കയറാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. ഇതിൻ്റെ മുകളിലേക്കൊക്കെ നമുക്ക് ഒരുപാട് കാഴ്ച കാണും. പക്ഷെ എന്താണ് നമുക്ക് ഇവിടെ ശരിക്കും ഒരുപാട് ദിവസം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കറങ്ങി കാണും. ഇവിടെ ഓരോ കല്ലിനും ഓരോ കഥകൾ പറയാണ്ട്. സത്യത്തിൽ ഓരോ കല്ലിനും ഓരോ കഥകളാണ് പറയാൻ. അത് നമുക്ക് ഇവിടെ വന്ന് ഈ ഹംപിയിൽ വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓരോ കല്ലിനും മാത്രമല്ല, നമ്മളെ ഈ ഇവിടെ പടുത്ത് വെച്ച ഓരോ പടവിനും ഈ പടവിൻ്റെ ഓരോ കല്ലിനും ഓരോ പ്രത്യേകതയാണ്. ഇത് ഇവിടെ നിന്നുള്ള സൺറൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉദയം അസ്തമയമൊക്കെ ഇവിടെ നിന്നാണ് ശരിക്കും കാണാമെന്നാണ് പറയുന്നത്. ശരിക്കും ഹംപി എന്ന് പറഞ്ഞാൽ ഒരു കല്ലാൽ ചുറ്റപ്പെട്ട ഒരു നഗരമാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് ഇറങ്ങുകയാണ്. നമ്മളധികം സമയമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരു ചേരട്ടേൻ്റെ വലിപ്പം നോക്കിയാൽ ഇതെന്താ സാധനം? ഇത് ചേരട്ടയാണോ? ഇത് എന്താ അല്ലേ? ये क्या बोलेगा इधर? इसको बोलते हैं हाँ मनकी मंडा. मनकी मंडा. നമ്മൾ ചേരട്ടയ്ക്ക് പറയുന്നത് ഇവിടെ മനക്കി മണ്ട എന്ന് പറയാ. മനക്കി മണ്ട. ട്രെയിൻ. ഇത് കല്ലുകളൊക്കെ ഇങ്ങനെ വെക്കണം എന്നുണ്ടെന്ന് വെച്ചാൽ ആലോചിച്ച് നോക്ക്. അന്നത്തെ കാലത്ത് എന്തോരം പ്രയത്നിച്ചിട്ടുണ്ടാവും ഇതൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഇന്നത്തെ കാലത്ത് എന്ന് പറയാൻ നമുക്ക് ക്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് വിചാരിക്കാം. മനസ്സിലായോ? പക്ഷെ അന്നത്തെ കാലത്ത് എങ്ങനെ ചെയ്യും ഇതൊക്കെ? അന്നത്തെ കാലത്തെ ആ കല്ലിന്റെ തിക്നെസ് നോക്കാം.